സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ട്രാവൽ യൂട്യൂബർ തന്നെയാണ് നമ്മുടെ മല്ലു ട്രാവലറും ഈബുൾജിത്തും. എന്നാൽ ഈ അടുത്ത് നമ്മുടെ മല്ലു ട്രാവലർ തന്റെ യൂട്യൂബ് വരുമാനം തന്റെ യൂട്യൂബ് ചാനലുമായി റിവീൽ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് ഫാൻസ് ആണ് ഈബുൾജിത്തിന്റെ യൂട്യൂബ് വരുമാനം എന്തുകൊണ്ട് ഇപ്പോൾ ഈബുൾജിത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞ് കമന്റുകൾ ഇടുന്നത്. എന്നാൽ ഈബുൾജിത്ത് വീഡിയോസുകൾ ചെയ്തിട്ട് 15 ദിവസത്തിലേറെ ആയെന്നും തങ്ങൾ പുതിയ കാരവാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ ഈ അടുത്ത് ഈബുൾജിത്ത് പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. നിരവധി പേരാണ് ആ ഒരു വീഡിയോക്ക് താഴെ തങ്ങളുടെ യൂട്യൂബ് റവന്യൂ പറയാമോ എന്ന് ചോദിച്ചു വന്നത്. എന്നാൽ അതിനിടയിലാണ് നമ്മുടെ മല്ലു ട്രാവൽ തന്റെ യൂട്യൂബ് റവന്യൂവായി രംഗത്തെത്തിയിരിക്കുന്നത്. 2 വർഷത്തെ പീരീഡ് എന്ന് പറഞ്ഞു കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇനി ലൈഫിൽ അവർക്ക് കിട്ടാത്ത ആ ഒരു അത്രയും നല്ല ഹൈപ്പാണ് അവർക്ക് കിട്ടിയത്. ഒരുപാട് പുതിയ ബിഗിനിങ് യൂട്യൂബേഴ്സ് ആ ഫീൽഡിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എൻ്റെ റവന്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് റവന്യൂ വെളിപ്പെടുത്തത് ഞാനാണ്. അത് ഞാൻ എന്നെ കുക്കി പറഞ്ഞില്ല, അതാണ് സത്യം. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്ന റൂമറായിരുന്നു യൂട്യൂബ് റവന്യൂ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ യൂട്യൂബിലെ നമുക്ക് ചാറ്റ് ചെയ്തിട്ട് യൂട്യൂബിന്റെ കസ്റ്റമർ കെയർ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവരോട് ടെക്സ്റ്റ് ചെയ്ത് കൺഫേം ആക്കി അത് ഇഷ്യൂ അല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ 2019 2018 ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ ഞാൻ കറക്റ്റായിട്ട് റവന്യൂ വെളിപ്പെടുത്തിക്കും. സോ അന്ന് ഞാൻ വീട്ടിൽ എനിക്ക് തോന്നുന്നു 50,000 കണ്ടായിരുന്നു അതിന്റെ ആ ഒരു ഫിഗർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്താണ് ഫിഗർ എന്ന് പറഞ്ഞത്? സോ കൊറോണ കാലത്ത് ശരിക്കും നല്ല റവന്യൂ വന്നിരുന്നു. ഒരു മാസം എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഏറ്റവും ടോപ്പ് ഇൻകം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 24 lakh ഒക്കെ ഉണ്ടാക്കിയത്. 24 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അതിന് ഒരു മാസം റവന്യൂ ആണ് ശരിക്കും ആ ഗോൾഡ് വിങ്. പക്ഷേ അതൊരിക്കലും യൂട്യൂബിന് മാത്രം റവന്യൂ ആയിരുന്നില്ല. നമുക്ക് പ്രൊമോഷൻസ് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വന്നിരുന്നു, ഒരുപാട് സ്പോൺസേഴ്സ് വന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു മാസം ഞാൻ യു ഐ ശരിക്കും ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തത്. യു ഐ ആണ് ശരിക്കും എൻ്റെ ലക്കി ഒരു കൺട്രി ആണ്. അവിടെ നിന്നാണ് മാക്സിമം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് നടന്നത്. കാരണം നമ്മൾ ഒരിക്കലും യൂട്യൂബിന്റെ റവന്യൂ ഒരിക്കലും നമുക്ക് ഇന്ത്യ എന്നല്ല വരുന്നത്. ഇന്ത്യയിൽ ഒരു കമ്പനി നമുക്ക് തരുന്നില്ല. നമുക്ക് തരുന്നത് അമേരിക്കയിൽ നിന്നാണ്, അത് സിംഗപ്പൂർ വഴിയാണ് നമുക്ക് റവന്യൂ വരുന്നത്. അപ്പം ഞാൻ കണ്ടിടത്തോളം നമുക്ക് ഒരു കൺട്രിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ റവന്യൂ ജനറേറ്റ് ചെയ്തത് യു ഐയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബ് കമ്പനി നമ്മൾ യു ഐയിലോട്ട് മാറ്റുന്നത്. അപ്പം സിംഗപ്പൂരിൽ റവന്യൂ നമുക്ക് യു ഐ കമ്പനിയിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ യു ഐയിൽ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ മാർക്കറ്റിംഗിൽ ഒരുപാട് പരിപാടി നടക്കുന്നത്. അപ്പോൾ അതും നമുക്ക് യു ഐ കമ്പനിയിലേക്ക് വരും. അതുകൊണ്ടാണ് നാട്ടിലത്തെ അക്കൗണ്ടുമായിട്ട് അതിനൊരു ലിങ്കും ഇല്ലാത്തത്. ഞാൻ ഇപ്പോൾ ഒരു ഗൾഫുകാരായിട്ട് തുടരുന്നത് കേട്ടോ. സോ അതാണ് എൻ്റെ ഏറ്റവും ടോപ്പ് റവന്യൂ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് 4 വർഷം കൊണ്ട് എനിക്ക് ജനറേറ്റ് ചെയ്ത ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞത് ഞാൻ മൊബൈൽ നോക്കിയിരുന്നു ഏകദേശം $1.5 ലക്ഷം US$. $1.5 ലക്ഷം US എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇന്ത്യൻ റുപ്പീസ് ഒരു 1 കോടി രൂപയുടെ മുകളിൽ 1-2 കോടി രൂപയുടെ മുകളിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കംപ്ലീറ്റ് റവന്യൂ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ആരാധകർക്കുള്ള സംശയമാണ്, മല്ലു ട്രാവലറിന് ഇത്രയും യൂട്യൂബ് റവന്യൂ ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈബുൾജിത്തിന്റെ റവന്യൂ റിവീൽ ചെയ്തുകൂടാ എന്ന്. ഇതിനു മുമ്പും ഈബുൾജിത്ത് തങ്ങളുടെ യൂട്യൂബ് റവന്യൂമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഈ അടുത്ത് യൂട്യൂബിൽ ഈബുൾജിത്തിന്റെ വീഡിയോസുകളുടെ എണ്ണം താരതമ്യം കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈബുൾജിത്തിന് എത്ര യൂട്യൂബ് റവന്യൂ കിട്ടുന്നുണ്ടെന്ന ആകാംക്ഷയിലാണ് തന്റെ സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും ഈബുൾജിത്ത് തങ്ങളുടെ യൂട്യൂബ് റവന്യൂവുമായിട്ടുള്ള ഒരു വീഡിയോ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അത് കാണാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റുകളുടെ അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. അണ്ടർ കേരള നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ നിൽക്കുക. ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും.